എല്ലാവർക്കും നമസ്കാരം. സിലബസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് പറയാം. കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതുപോലെ സെറ്റ്, നെറ്റ് എന്നീ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ വിളനിലത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. റൊമാൻറ്റിസിസം അല്ലെ, കാൽപ്പനിക പ്രസ്ഥാനം എന്ന് മലയാളത്തിൽ പറയും. അതിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സും അവരുടെ വർക്കുകളും അവർ പറഞ്ഞ കാര്യങ്ങളുമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ PYQ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അധികം പറഞ്ഞു താമസിപ്പിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒരു ഉറപ്പ് തരാം, ഈ ചോദ്യങ്ങൾ എന്തായാലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരും. കണ്ടിട്ടുണ്ട്, ഞാൻ വന്നതും അറ്റൻഡ് ചെയ്തതുമാണ്. അപ്പോൾ എന്തായാലും തുടങ്ങിയേക്കാം. റൊമാൻറ്റിസിസം ആദ്യം തന്നെ ചോദിക്കാം. വിച്ച് റൊമാൻറ്റിക് പോയറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്? ഈ ഡെഫിനിഷൻ, ഇത് എന്തിന്റെ ഡെഫിനിഷൻ ആണെന്നറിയോ? റൊമാൻറ്റിസിസം എന്ന് പറയുന്ന മൂവ്മെന്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഒരു പോയറ്റ് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഏത് റൊമാൻറ്റിക് പോയറ്റ് ആണ് പറഞ്ഞത്? എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, അധികം ക്ലൂ ഒന്നും വേണ്ട. വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, കീറ്റ്സ് ആണോ, ഷെല്ലി ആണോ? ഒരു സംശയവും വേണ്ട, ആരാണ്? വേർഡ്സ്വർത്ത് ആണ്. പക്ഷെ നമ്മൾക്ക് പറഞ്ഞു തരാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ ടീച്ചർമാർ അധികം ഓർമ്മിപ്പിക്കാത്ത ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. ഇത് ഫുൾ ആയിട്ടുള്ള ഡെഫിനേഷൻ അല്ല. ഒരു രണ്ട് മൂന്ന് വാക്കും കൂടെ അതിൽ ചേർത്താൽ മാത്രമേ വേർഡ്സ്വർത്ത് പറഞ്ഞ് ആ ഡെഫിനേഷന്റെ ഫുൾ ഫോം ആവുള്ളൂ. ഇറ്റ് ഈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ഓർ ഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി ആണ്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സോളിറ്ററി റീപ്പർ എന്ന് പറയുന്ന, നിങ്ങൾക്ക് വേർഡ്സ്വർത്തിന്റെ കവിത അറിഞ്ഞാൽ, അദ്ദേഹം ആ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ നോക്കി, ആ കുട്ടിയെ, പെൺകുട്ടിയെ നോക്കി ഒരു മലയുടെ മുകളിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നടന്നു പോകുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് എഴുതുന്നില്ല. അദ്ദേഹം എന്താ ചെയ്യുന്നത്? വീട്ടിൽ പോയിട്ട് ഇതേ ഫീലിങ്സ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആ കവിത എഴുതുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇത്രയും കറക്റ്റായി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ പവർഫുൾ ഫീലിങ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. കുറെ നേരം കഴിഞ്ഞതിന് ശേഷം ട്രാങ്ക്വിലിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഇതിനെ റീകളക്ട് ചെയ്യുമ്പോഴാണ് റൊമാൻറ്റിക് കവിത വരിക എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ആ അത് മുഴുവനായിട്ട് പഠിച്ചേക്കുക. ഓക്കെ, ഓക്കെ, അടുത്തതിലേക്ക് പോകാം. Who is known as the father of romanticism in English literature? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫാദർ ഓഫ് റൊമാൻറ്റിസിസം എന്നറിയപ്പെടുന്നത്, അതിന്റെ റൊമാൻറ്റിസിസത്തിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്, തെറ്റിക്കരുത്. ബ്ലേക്ക് ആണോ, വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, കീറ്റ്സ് ആണോ? ഇതിൽ ആരാണ് റൊമാൻറ്റിസിസത്തിന്റെ ഫാദർ ആയിട്ട് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്? ഏറ്റവും എളുപ്പമുള്ള ചോദ്യം, മറക്കരുത്. ആരാണ്? വേർഡ്സ്വർത്ത് ആണ്. കാരണം എന്താ? ഇദ്ദേഹവും വേറെ ഒരാളും കൂടെ ചേർന്നിട്ടാണ് ഈ റൊമാൻറ്റിസിസം ഇംഗ്ലണ്ടിലേക്ക് പോപ്പുലർ ആക്കിയത്. അപ്പൊ ആ വർക്ക് നമ്മൾ പഠിക്കണം, ആ ആളെ നമ്മൾ പഠിക്കണം. എന്തായാലും നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. വിച്ച് പ്രിഫേസ് ഈസ് കൺസിഡേർഡ് ദ മാനിഫെസ്റ്റോ ഓഫ് ഇംഗ്ലീഷ് റൊമാൻറ്റിസിസം? ഇതിൽ പറയുന്ന പ്രിഫേസുകളിൽ ഏതാണ് ഇംഗ്ലീഷ് റൊമാൻറ്റിസിസത്തിന്റെ ബൈബിൾ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, മാനിഫെസ്റ്റോ ആയിട്ട് കണക്കാക്കുന്നത്? Preface to Endymion, Preface to Childe Harold's Pilgrimage, Preface to Lyrical Ballads, Preface to John Donne. ഇതിലേതാണ്? ഒരു സംശയമില്ലല്ലോ. ഇതൊന്നും സംശയിക്കേണ്ട കേസൊന്നും എഴുതിയിട്ടില്ല, വളരെ എളുപ്പമാണ്. പ്രിഫേസ് ടു ലിറിക്കൽ ബല്ലാഡ്സ്. ലിറിക്കൽ ബല്ലാഡ്സ് എന്നാണ് പബ്ലിഷ് ചെയ്തത് 1798. വേർഡ്സ്വർത്തും കൂടെ ഒരാളും കൂടി ഉണ്ട്. അത് നമുക്കൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ എഴുതിയ ഒരു പ്രിഫേസ് ആണ് ഇത് പറയുന്നത്, ലിറിക്കൽ ബല്ലാഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലിറിക്കൽ ബല്ലാഡ്സ് എഴുതിയത് വേർഡ്സ്വർത്തും ഒരാളും കൂടിയാണ്. വിച്ച് പോയം ബൈ കോളറിഡ്ജ് ഈസ് ഓഫൻ കൺസിഡേർഡ് എ മാസ്റ്റർ പീസ് ഓഫ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ? കോളറിഡ്ജ് എഴുതിയ ഏത് പോയമാണ് റൊമാൻറ്റിക്കിലെ മാസ്റ്റർ പീസ് ആയിട്ട് കണക്കാക്കുന്നത്? അപ്പൊ ഡയറക്റ്റ് ചോദിക്കുന്നത് ഇതിൽ ഏത് പോയമാണ് കോളറിഡ്ജ് എഴുതിയത് എന്ന് തന്നെയാണ്. ഷി വാക്സ് ഇൻ ബ്യൂട്ടി, ഓഡ് ടു നൈറ്റിംഗേൽ, ദ റൈം ഓഫ് ദ ആൻഷ്യന്റ് മറൈനർ ആൻഡ് ടു ഓട്ടം. വളരെ എളുപ്പമാണ്. കാരണം ഈ നാല് ആൾക്കാരുടെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതാണ് നമ്മൾക്ക് അറിയേണ്ട കാര്യം, അതാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. അത് കൂട്ടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ കേട്ടിട്ട് 90 മാർക്ക് വാങ്ങി പാസ്സായി ഒരു മണ്ടനായിട്ട് ഇരിക്കാനല്ല ശ്രദ്ധിക്കേണ്ടത്, അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോ ഇതിന്റെ എല്ലാം എഴുതിയ ആൾക്കാർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണം. അതിന്റെ കൂടെ തന്നെ കോളറിഡ്ജ് എഴുതിയത് ദ റൈം ഓഫ് ദ ആൻഷ്യന്റ് മറൈനർ എന്ന് പറയുന്ന കവിതയും കൂടിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓട്ടം ആരാ എഴുതിയത്? ടു നൈറ്റിംഗേൽ ആരാ എഴുതിയത്? ഷി വാക്സ് ഇൻ ബ്യൂട്ടി ആരാ എഴുതിയത്? ശ്രദ്ധിക്കണം. വിച്ച് റൊമാൻറ്റിക് പോയറ്റ്
wrote to a skylark. സ്കൈലാർക്കിന് വേണ്ടി എന്നറിയപ്പെടുന്ന ഈ പോയം ഏത് റൊമാൻറ്റിക് പോയറ്റ് ആണ് എഴുതിയത്? ഷെല്ലി ആണോ, ബ്ലേക്ക് ആണോ, കീറ്റ്സ് ആണോ, ബൈറൻ ആണോ? ഇതിൽ ആരാണ് ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുള്ളത്? ആരാണ് ഇത് എഴുതിയ ആള്? വളരെ എളുപ്പമാണ്. ഷെല്ലിയാണ് എഴുതിയിട്ടുള്ളത്. ഞാനൊക്കെ ഇത് തെറ്റിക്കുന്ന ഒരാളായിരുന്നു. ഇത് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ആവും ആരാർക്ക് വേണ്ടി എഴുതിയെന്നുള്ളത്. അപ്പൊ ഞാൻ പഠിച്ചു ചെള്ളിയാണ് സ്കൈലാർക്കിന് വേണ്ടി. ചെള്ളി എവിടെ ഉണ്ടാവുക? ബേസിക്കലി തെങ്ങിന്റെ മുകളിൽ. ചെള്ളി അത്രയും മുകളിൽ ഇരുന്നുകൊണ്ട് സ്കൈലാർക്കിന് എഴുതുന്നതാണ് ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഷെല്ലിയാണ് സ്കൈലാർക്കിന് വേണ്ടി എഴുതിയത്. In which work does William Blake express the concept of innocence and experience? ഇതിൽ ഇന്നസെൻസും എക്സ്പീരിയൻസും വില്യം ബ്ലേക്ക് ഏത് വർക്കിലൂടെയാണ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ദ ടൈഗർ, സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, ദ ലാംപ് ടു ഓട്ടം. ഇതിൽ ഒരു ഓപ്ഷൻ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാലോ, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. പിന്നീട് ഇത് ബാക്കി ഉള്ളത് നോക്കാം. ബാക്കി മൂന്നും ബ്ലേക്ക് എഴുതിയതാണ്. പക്ഷെ എന്താണ് ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? ദ സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഇതൊരു കളക്ഷൻ ഓഫ് പോയമാണ്. ദ ടൈഗറും ലാമ്പും എല്ലാം അതിൽ വരുന്ന പോയംസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു വർക്ക്, ഹോൾ വർക്കായിട്ട് നിൽക്കുന്നതാണ്. വിച്ച് റൊമാൻറ്റിക് പോയറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ടേം നെഗറ്റീവ് കാപ്പബിലിറ്റി? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഞാനിത് കണ്ടിട്ടുണ്ട് പരീക്ഷകളിൽ, നെറ്റിലെ സെറ്റിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. നെഗറ്റീവ് കാപ്പബിലിറ്റി പറഞ്ഞത് ആരാണ്? വില്യം വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, കീറ്റ്സ് ആണോ, ബൈറൺ ആണോ? എളുപ്പമുള്ള ചോദ്യം, ഡയറക്റ്റ് ചോദ്യം. ഒരു മാർക്ക് ഇപ്പൊ കിട്ടും, ഉറപ്പാണ്. കീറ്റ്സ് ആണ് പറഞ്ഞത്. എന്നാൽ കീറ്റ്സ് നെഗറ്റീവ് കാപ്പബിലിറ്റി പറഞ്ഞതിന് ശേഷം ഇംഗ്ലീഷിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഡ്രാമാറ്റിസ്റ്റിനെ അതിൽ കോയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് നെഗറ്റീവ് കാപ്പബിലിറ്റി ഉപയോഗിക്കാൻ കഴിഞ്ഞത് ഈ ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റിനാണ് എന്ന് പറയുന്നുണ്ട്. അത് ആരാണെന്ന് അറിയൂ? അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടായിട്ടുള്ള ഷേക്സ്പിയർ ആണ്. അതിന് ഉദാഹരണമായിട്ട് കീറ്റ്സ് പറയുന്നത് മറക്കരുത്. ഹു റോട്ട് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്? ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്, പടിഞ്ഞാറൻ കാറ്റിന് വേണ്ടി ഓഡ് എഴുതിയത് ആരാണെന്ന്? പടിഞ്ഞാറനല്ലേ വെസ്റ്റ്, ഈസ്റ്റ് വെസ്റ്റ്. അതെ, പടിഞ്ഞാറൻ കാറ്റിന് എഴുതിയത് ആരാണ്? കീറ്റ്സ് ആണോ, ഷെല്ലി ആണോ, വേർഡ്സ്വർത്ത് ആണോ, ബൈറൺ ആണോ? ആവശ്യമില്ലാത്തതൊക്കെ എലിമിനേഷൻ ടെക്നിക്ക് വെച്ച് വെട്ടിക്കളഞ്ഞേക്കുക. വെട്ടാനൊന്നുമില്ല, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഷെല്ലിയാണ് പടിഞ്ഞാറൻ കാറ്റിന് വേണ്ടി ഓഡ് എഴുതിയത്. ഹു കമ്പോസ്ഡ് ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് അബൌട്ട് ടിൻറ്റൺ അബേ? ടിൻറ്റൺ അബേ എന്ന് പറയുന്നത് ആരാണ് എഴുതിയത്? വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, കീറ്റ്സ് ആണോ, ബൈറൺ ആണോ? ഇതിൽ ആരാണ് ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് അബൌട്ട് ടിൻറ്റൺ അബേ എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുള്ളത് ആരാണ്? വില്യം വേർഡ്സ്വർത്ത് ആണ് എഴുതിയിരിക്കുന്നത്. എവിടെ ടിൻറ്റൺ അബേ കണ്ടാലും അതിന്റെ പേരിന്റെ കൂടെ വേർഡ്സ്വർത്തിന്റെ പേരാണ് കൂടിച്ചേർക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എവിടെ കണ്ടാലും എന്ത് ചെയ്യാം, അത് എഴുതിയേക്കാം. വേർഡ്സ്വർത്തിന്റെ പേരാണ് എഴുതേണ്ടത്. അടുത്തത് നോക്കാം. ഹു റോട്ട് ദ പ്രില്യൂഡ്, ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം? ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. അപ്പൊ പ്രില്യൂഡ് എന്ന് എഴുതിയത് ആരാണെന്ന് നമുക്ക് കിട്ടും, അതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോയം ആണ് എന്ന് കിട്ടും. അപ്പൊ ഈ ഓട്ടോബയോഗ്രഫിക്കൽ പോയം എഴുതിയത് ആരാണ്? വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, കീറ്റ്സ് ആണോ, ബൈറൺ ആണോ എന്നാണ് നമ്മളുടെ ചോദ്യം. ആരാണ്? വേർഡ്സ്വർത്ത് ആണ് ദ പ്രില്യൂഡ് എന്ന് പറയുന്ന ആത്മകഥാംശമുള്ള ഈ പോയം എഴുതിയിട്ടുള്ളത്. Which poem is known for its portrayal of the speaker's encounter with a mysterious woman in a gypsy camp? ഏത് പോയത്തിലാണ് ഈ സ്പീക്കർ, നറേറ്റർ ആയിട്ടുള്ള ആള്, ഒരു മിസ്റ്റീരിയസ്, ദുരൂഹമായ സ്ത്രീയുമായിട്ട് ഒരു ജിപ്സി ക്യാമ്പിൽ വെച്ച് കണ്ടുമുട്ടുന്നത് എന്ന് പറയുന്ന പോയം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഗോബ്ലിൻ മാർക്കറ്റ് ആണോ, ക്രിസ്റ്റബൽ ആണോ, കുബ്ല ഖാൻ ആണോ, ദ ഈവ് ഓഫ് സെന്റ് ആഗ്നസ് ആണോ? ഈ 4 പോയവും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെറ്റിന് വരെ ചോദിച്ച ചോദ്യമാണ് ഈ ഗോബ്ലിൻ മാർക്കറ്റിൽ നിന്നൊക്കെ ഉള്ളത്. മറക്കരുത്, അത് ആരെ എഴുതിയത് എന്നെങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ ചോദ്യത്തിന്റെ ഉത്തരം ദ ഈവ് ഓഫ് സെന്റ് ആഗ്നസ് ആണ്. ഇത് എഴുതിയത് ആരാണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഇത് എനിക്ക് അറിയാനായിട്ട് പറഞ്ഞു തരാനും അല്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കണം. ഇത്രയും പറയുകയാണെങ്കിൽ അതും കൂടെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ സ്വയം എന്തെങ്കിലും പണിയെടുത്തു മനസ്സിന് സ്വന്തമായിട്ടൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വരണമെങ്കിൽ അങ്ങനെയും കൂടെ നമ്മൾ ഇടയ്ക്ക് പണിയെടുക്കേണ്ടി വരും. ഓക്കെ.
Who wrote the poem Ode to a Nightingale? നൈറ്റിംഗേലിന് വേണ്ടി എഴുതിയത് ആരാണ്? നേരത്തെ ആർക്കെ വേണ്ടിയിട്ട് എഴുതിയ? പടിഞ്ഞാറൻ കാറ്റിനൊക്കെ വേണ്ടി എഴുതിയത് ഷെല്ലിയാ. ഇത് നൈറ്റിംഗേലിന് വേണ്ടി എഴുതിയത് ആരാ? വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, കീറ്റ്സ്, ഷെല്ലി. ആരാ? കീറ്റ്സ് ആണ് എഴുതിയത്. കീറ്റ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താ? നെഗറ്റീവ് ക്യാപ്പബിലിറ്റി കോയിൻ ചെയ്തിട്ടുണ്ട്. Which romantic poet collaborated with Wordsworth on the collection Lyrical Ballads? ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. വേർഡ്സ്വർത്തിന്റെ കൂടെ ഇരുന്ന് ലിറിക്കൽ ബല്ലാഡ് എഴുതിയ ആളാരാണ്? കോളറിഡ്ജ് ആണോ, കീറ്റ്സ് ആണോ, ഷെല്ലി ആണോ, ബയറൺ ആണോ? ഒരു സംശയവും വേണ്ട, കോളറിഡ്ജ് ആണ്. 1798 ഇവർ ലിറിക്കൽ ബല്ലാഡ് എഴുതുന്നത്. അതിന്റെ രണ്ടാമത്തെ എഡിറ്റഡ് വേർഷൻ ഒക്കെ ഒന്നും പറയുന്ന പോലെ സെക്കൻഡ് വേർഷൻ വരുന്നത് 1800-ലും പിന്നീട് വരുന്നത് 1802-ലുമാണ്. അതൊക്കെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. Who wrote The Lamb and the Tiger as part of his collection Songs of Innocence and Experience? ഒരു സംശയം വേണ്ട, ഒരു 5 ചോദ്യം മുമ്പ് നമ്മൾ ചോദിച്ചതാണ്. ഓക്കെ, വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, കീറ്റ്സ് ആണോ, ബ്ലെയ്ക്ക് ആണോ? സംശയമൊന്നുമില്ലല്ലോ, ബ്ലെയ്ക്ക് ആണ്. ഈ ബ്ലെയ്ക്ക് എന്ന് പറയുന്ന ആള് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇദ്ദേഹം ടൈഗർ, ലാംബ് എന്ന് പറയുന്നത് രണ്ടും രണ്ട് പോയമാണ്. ദ ലാംബ് എന്ന് പറയുന്നത് ഇന്നസെൻസിനെ പറ്റി പറയുന്നതാണ്. ടൈഗർ എന്ന് പറയുന്നത് ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ പറ്റി, ക്യാരക്ടറിനെ പറ്റി പറയുന്നതാണ്. അപ്പൊ ആദ്യം സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന പുസ്തകമാണ് വില്യം ബ്ലെയ്ക്ക് എഴുതി പുറത്തിറക്കിയത്. അതിനുശേഷം സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന രണ്ടാമത്തതിൽ ഇറക്കി. അപ്പൊ ലാംബ് വരുന്നത് സോങ്സ് ഓഫ് ഇന്നസെൻസിലാണ്, ടൈഗർ വരുന്നത് സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലാണ്. ഇതിനുശേഷം ഈ 2 പുസ്തകങ്ങൾ ഒന്നാക്കി. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരാൻ കാരണം. അപ്പൊ സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒറ്റ പുസ്തകമായിട്ട് പിന്നെ അത് മാറി. പിന്നീടാണ് അതിന്റെ എഡിഷൻ ഒക്കെ വരുന്നത്. Who wrote To Autumn, a poem celebrating the beauty and bounty of the season? നമ്മൾ ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടു ഓട്ടം ആരാ എഴുതിയെന്ന്. വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, കീറ്റ്സ് ആണോ, ഷെല്ലി ആണോ? കീറ്റ്സ് ആണ് ടു ഓട്ടം എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത്. Who wrote The Marriage of Heaven and Hell? നരകത്തിന്റെയും സ്വർഗത്തിന്റെയും കല്യാണം. A work that challenges conventional views of good and evil. ഇതാരാ എഴുതിയിട്ടുള്ളത്? വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ്, ബ്ലെയ്ക്ക്. ആരാ? ബ്ലെയ്ക്ക് ആണ് ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ എഴുതിയിട്ടുള്ളത്. Which poem by Wordsworth reflects his belief in spiritual significance of nature? വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു പോയറ്റ് ആണെന്ന് നമുക്കറിയാം. റൊമാൻറ്റിസിസത്തിന്റെ ഒരു പ്രൈമറി കൺസേണുകളിൽ വരുന്നതാണ് ഈ നേച്ചർ എന്ന് പറയുന്നത്. വേർഡ്സ്വർത്തിന്റെ ഏത് പോയത്തിലാണ് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഓഫ് നേച്ചർ വരുന്നത്? ദ റൈം ഓഫ് ദ ആൻഷ്യന്റ് മറൈനർ ആണോ, ചിന്റൻ അബേ ആണോ, ഓഡ് ടു നൈറ്റിംഗേൽ ആണോ, ഡോൺ ജുവാൻ ആണോ? 2 ആലോചന പോലും ഇതിൽ വരുന്നില്ല. ഞാൻ 2 എന്ന് പറയാൻ തുടങ്ങിയത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എല്ലാം വെട്ടിക്കും. നമ്മൾ ചർച്ച ചെയ്യാത്ത ഒന്ന് പോലും ഇതിൽ വരുന്നില്ല. നമ്മൾ ഇതിന്റെ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് ഒരു 10 ചോദ്യം മുമ്പ് പറഞ്ഞതുമാണ്. ഏതാ വരുന്നത്? ചിന്റൻ അബയാണ്. ഞാൻ പറഞ്ഞു, എവിടെ ചിന്റൻ അബേ കണ്ടു കഴിഞ്ഞാലും വേർഡ്സ്വർത്തിനെ പറ്റി ഓർത്തേക്കുക, അയാളുടെ ഉത്തരം എഴുതുകയാണ്. Who wrote The Sorrows of Young Werther? അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെറ്റിൽ കണ്ടിട്ടുണ്ട്, സെറ്റിൽ കണ്ടിട്ടുണ്ട്. A novel that influenced romantic literature. നിങ്ങൾക്ക് അറിയണം നിർബന്ധമില്ല, അറിഞ്ഞാൽ വളരെ നല്ലത്. ജോൺ വോൾഫ്ഗാങ് വോൺ ഗോത്തെ ആണോ, മേരി ഷെല്ലി ആണോ, ജെയിൻ ഓസ്റ്റൻ ആണോ, ചാർലറ്റ് ബ്രോണ്ടെ ആണോ? ഈ പുസ്തകമാണ് ജർമ്മനിയിലിരുന്ന് നമ്മുടെ ഗോത്തെ എഴുതിയത്. റൊമാൻറ്റിക് ലിറ്ററേച്ചർ, റൊമാൻറ്റിക് ഏജിന്റെ ഒക്കെ തുടക്കമായിട്ട് കണക്കാക്കുന്ന ഒരു പുസ്തകമാണ്. അതിന്റെയൊക്കെ തുടക്കം തുടങ്ങി വെച്ച ഒരു പുസ്തകമാണ് ഈ ദ സോറോസ് ഓഫ് യങ് വേർത്തർ എന്ന് പറയുന്ന ഈ ബുക്ക്. മറക്കരുത്, അത് എഴുതിയത് ഗോതയാണ്. അപ്പൊ എന്താണ് ആ പുസ്തകത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായല്ലോ അല്ലെ? ഹു ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ കീറ്റ്സ് ലാ ബെല്ലെ ഡാം സാൻസ് മേഴ്സി? എന്താണ് ഈ പുസ്തകത്തിലെ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ആരാണ്? നൈറ്റ് ആണോ, ഷെപ്പേർഡ് ആണോ, കിങ് ആണോ, വിച്ച് ആണോ? ഇതൊരു രസകരമായിട്ടുള്ള ഇതിന്റെ സമ്മറിയൊക്കെ വായിച്ചു നോക്കിയാൽ നല്ല രസമായിരിക്കും. മുഴുവനൊന്നും ഇംഗ്ലീഷ് ഇവരെഴുതിയ പല കവിതയും നമുക്ക് മനസ്സിലാവുമൊന്നുമില്ല, പക്ഷെ രസമാണ് അത് ഒരു പ്രാവശ്യം കേൾക്കാനോ അതിന്റെ സമ്മറിയൊക്കെ ഒന്ന് വായിക്കാനോ ഒന്ന് കേട്ട് നോക്കുക. എ നൈറ്റ്, അയാളൊരു മീറ്റിംഗ് ആണ് നടത്തുന്നത്. ഒരാളെ കാണുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ കവിത പോകുന്നത്. ഓക്കെ, ഇനി വിച്ച് റൊമാൻറ്റിക് പോയറ്റ് ഈസ് നോൺ ഫോർ ഹിസ് ഓഡ് ടു ദ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്നത്. അത് ഇനിയിപ്പോ വർത്താനമൊന്നുമില്ല. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ PGക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ആൾ പറയുന്നെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ആരെഴുതിയിട്ടുള്ളത്? കീറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം, ഏണില് കൊത്തിവെച്ച ചിത്രങ്ങൾ എന്തൊക്കെയായിരുന്നു. ഒരാള് പശുവിന്റെ
പിന്നിൽ പോകുന്നത് എന്തിനാണ്, ഇങ്ങനെ കുറേ കഥകളുണ്ട് അല്ലേ, ഒരു അങ്ങനെ കുറെ. ഓക്കെ. Which work by Mary Shelley is often considered a romantic masterpiece that explores themes of creation and mortality. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യവും ഒരു റൈറ്ററും അതുപോലെ തന്നെ പുസ്തകമാണ് ഇതിനി വരാൻ പോകുന്നത്. അപ്പൊ ഏതാണ് ആ പുസ്തകം? ക്രിയേഷൻ ആൻഡ് മോർട്ടാലിറ്റി ബേസ് ചെയ്ത് വരുന്നത് ഏതാണ്? മേരി ഷെല്ലിയുടെ. ഇനിയിപ്പോ നിങ്ങൾക്ക് മേരി ഷെല്ലിയുടെ ഡയറക്റ്റ് ഉത്തരങ്ങൾ അറിയാമെങ്കിൽ അങ്ങനെ പറഞ്ഞാലും മതി, തെറ്റൊന്നുമില്ല. ഫ്രാങ്കൻസ്റ്റൈൻ ആണോ, വുതറിംഗ് ഹൈറ്റ്സ് ആണോ, പ്രൈഡ് ആൻഡ് പ്രജുഡിസ് ആണോ, ജെയിൻ എയർ ആണോ? നിങ്ങൾക്ക് ഈ 4 പുസ്തകവും 4 എഴുതിയതാണെന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. അതിലെ 3 ആരെ എഴുതിയെന്ന് അറിഞ്ഞാൽ പോലും രക്ഷപ്പെട്ടു. ബാക്കി ഒരു പുസ്തകം ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, തെറ്റരുത്. ഇതൊക്കെ ആരാണെന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കുക, ആരുടെയാണ് ഈ പുസ്തകം. ഓക്കെ, ഫ്രാങ്കൻസ്റ്റൈൻ ആണ് മേരി ഷെല്ലി എഴുതിയത്. ഓക്കെ, ഒരു ഭീകര രൂപിയെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മള് റൊമാൻറ്റിക് ഏജിൽ വരുന്ന ഒരു പ്രത്യേകതരം എഴുത്ത് എന്നൊക്കെ പറയേണ്ടി ഒരു 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 വിചിത്ര ജീവിയെ പറ്റിയിട്ടുള്ള എഴുത്താണ്. വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അയാള് ഒരു പരീക്ഷണം നടത്തിയ ഒരു ജീവിയെ ഉണ്ടാക്കുകയാണ്. ആ ജീവിയാണ് അത്ഭുത അല്ലെങ്കിൽ ഭീകര രൂപിയായിട്ടുള്ള ആ ജീവിയാണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ. Who is the author of The Hunchback of Notre Dame, a novel that reflects romantic interest in the medieval setting? ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹഞ്ച് ഓഫ് നോർത്ത് ഡാം. നോർത്ത് ഡാമിലെ കൂനൻ എന്ന് പറയുന്ന മലയാളം പുസ്തകം ട്രാൻസ്ലേഷൻ വരെ ഇതിനുണ്ട്. ഇത് ആരാ എഴുതിയത്? വിക്ടർ ഹ്യൂഗോ ആണോ, ചാൾസ് ഡിക്കൻസ് ആണോ, ലിയോ ടോൾസ്റ്റോയ് ആണോ, ഫിയോദോർ ഡസ്റ്റോവസ്കി ആണോ? ആരാണ് ഇത് എഴുതിയിട്ടുള്ളത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിക്ടർ ഹ്യൂഗോ ആണ്. വായിച്ചു നോക്ക്, എന്ത് രസമായിട്ടാണ് അയാൾ ബാക്കിയുള്ളവരെ അയാളെ കളിയാക്കുന്നത്, അതുപോലെ അയാൾ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞ് നല്ലൊരു നോവലാണ്. വളരെ സിമ്പിൾ നോവലാണ്, നമുക്ക് അത് ഇമോഷൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ. Who wrote Prometheus Unbound, a lyrical drama advocating for social and political change? ആദ്യം തന്നെ ചോദിച്ചോട്ടെ, പ്രോമിത്യൂസ് ബൗണ്ട് എന്ന് പറയുന്നത് എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് നിങ്ങൾ ആദ്യം അറിയണം, എന്നാലേ പ്രോമിത്യൂസ് അൺബൗണ്ട് എന്ന് പറയുന്ന ലിറിക്കൽ ഡ്രാമയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ക്ലൂ തരാം, പോയി സെർച്ച് ചെയ്ത് നോക്കുക. ഗ്രേറ്റ് ആയിട്ടുള്ള 3 ഗ്രീക്ക് ഡ്രമാറ്റിസ്റ്റുകളുണ്ട്. ആ ഡ്രമാറ്റിസ്റ്റുകളിൽ ഒരാളാണ് ഇത് എഴുതിയിട്ടുള്ളത്. 3 ഗ്രീക്ക് ഡ്രമാറ്റിസ്റ്റുകൾ ഓൾഡ് ആൻഷ്യൻ ഗ്രീസിൽ ഉണ്ടായിരുന്നു. അവരിലെ ഒരാളാണ് എഴുതിയിട്ടുള്ളത്. ഇതെന്തിനാ പറഞ്ഞു തരുന്നതെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ പോയി നോക്കുമ്പോൾ 3 പേരുടെ പേര് പഠിക്കാൻ പറ്റും. അതിൽ ഇത് എഴുതിയത് ആരാന്നും പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ റൊമാൻറ്റിക് ഏജിലെ പ്രോമിത്യൂസ് അൺബൗണ്ട് എന്ന് പറയുന്ന ലിറിക്കൽ ഡ്രാമ എഴുതിയത് ആരാണ്? വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, ഷെല്ലി ആണോ, ബൈറൺ ആണോ? ഷെല്ലിയാണ് പ്രൊമിത്യൂസ് അൺബൗണ്ട് എഴുതിയിട്ടുള്ളത്. ഇനി പ്രൊമിത്യൂസിന്റെ കഥ എന്താണെന്നറിയോ? പ്രൊമിത്യൂസ് ഗ്രീക്ക് ദേവനായ സിയൂസിനെ പറ്റിച്ച് സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് തീ എടുത്തിട്ട് മനുഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സിയൂസ് പറയുന്നു, നീ മരിക്കില്ല, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഇയാളെ കെട്ടിയിടുകയാണ്. ഒരു തൂണിൽ അല്ലെങ്കിൽ കല്ലിലൊക്കെ കെട്ടിയിട്ടിട്ട് ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ്. അപ്പോൾ കഴുകന്മാര് വന്നിട്ട് ഇയാളെ കുത്തി പറിക്കുന്നതാണ് അതിന്റെ മൊത്തം ഒരു കഥ എന്ന് പറയുന്നത്. അതാണ് പ്രൊമിത്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഈ മഹാഭാരതത്തിൽ അശ്വത്ഥമാവ് എന്നൊക്കെ പറയുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചിരഞ്ജീവിയെ പോലെയുള്ള ഒരാളായിട്ട് കണക്കാക്കാം. ഇൻ ദ ബെല്ലാഡ് ഓഫ് റീഡിംഗ് ഗോൾ, ഹു റിഫ്ലക്ട്സ് ഓൺ ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് പ്രിസൺ ലൈഫ്. അപ്പോൾ ദ ബെല്ലാഡ് ഓഫ് റീഡിംഗ് ഗോൾ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ കൂടെ അത് എന്തിനെ പറ്റിയിട്ടുള്ളതാണ് എന്നും കൂടെ നമുക്ക് ഒറ്റയടിക്ക് പഠിച്ചു പോവാം. പ്രിസൺ ലൈഫിനെ പറ്റിയിട്ടുള്ളതാണ്. കീറ്റ്സ് ആണോ, ഓസ്കാർ വൈൽഡ് ആണോ, റോബർട്ട് ബ്രൗണിംഗ് ആണോ, എലിസബത്ത് ബാരൻ ബ്രൗണിംഗ് ആണോ? ആരാണ്? ഗൗൾ, GAOL എവിടെ കണ്ടാലും ഓസ്കാർ വൈൽഡിനെ അങ്ങോട്ട് കറക്കി കുത്തി എഴുതിയേക്കുക. അത് മാറാനൊന്നും പോകുന്നില്ല. ഓക്കെ, അടുത്ത് നോക്കാം. ഹു റോട്ട് ദ ഫാൾ ഓഫ് ദ ഹൗസ് ഓഫ് ദ അഷർ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ലെങ്ങാണ്ട് പഠിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ച സ്റ്റോറീസ് ആയിരുന്നു. നല്ലൊരു രസമാണ്. എ ഗോത്തിക് ടെയിൽ ദാറ്റ് റിഫ്ലക്ട്സ് റൊമാൻറ്റിക് തീംസ് ഓഫ് മാഡ്നസ് ആൻഡ് സൂപ്പർ നാച്ചുറൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആ വീട് എങ്ങനെയാണ് കത്തി എരിയുന്നത്, അതിന്റെ പുറത്തുനിന്ന് ഇയാൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നതെന്നൊക്കെ പറയുന്ന സുന്ദരമായിട്ടുള്ള ഒരു നറേഷൻ ഒക്കെ ഉണ്ട്. ലാസ്റ്റ് എഴുതിയത് ആരാ? എഡ്ഗർ അലൻ പോ ആണോ, നഥാനിയൽ ഹാവത്തോൺ ആണോ, വാഷിംഗ്ടൺ ഇർവിംഗ് ആണോ, ഹെർമൻ മെൽവില്ലി ആണോ? ആരാ? എഡ്ഗർ അലൻ പോ ആണ്. എന്നാൽ എഡ്ഗർ അലൻ പോ എഴുതിയ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയുടെ പേര് പറയാൻ പറ്റുമോ? ആ കവിതയും ഒരു ഗോത്തിക് തീമിലുള്ളതാണ്.
അതേതാന്ന് പറയാൻ പറ്റുമോ? റൈവൻ എന്ന് പറയുന്ന കവിതയാണ്, അത് മറക്കരുത്. റൈവൻ. ഇൻ ദ റൈം ഓഫ് ദ ആൻഷ്യന്റ് മറൈനർ, വാട്ട് കോൺസിക്വൻസസ് ഡസ് ദ മറൈനർ ഫേസ് ഫോർ കില്ലിംഗ് ദ ആൽബട്രോസ്? ഈ ദ റൈം ഓഫ് ദ ആൻഷ്യന്റ് മറൈനർ ആരാ എഴുതിയത് എന്ന് നിങ്ങൾക്ക് അറിയോ? കോളറിഡ്ജ് ആണെന്ന് നമ്മൾ പറഞ്ഞു, കോളറിഡ്ജ്. അപ്പൊ ഈ ആ, നമ്മുടെ ഈ കവിതയിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ആൻഷ്യൻ മറൈനർ ഉണ്ടല്ലോ, കടലിൽ പോയിട്ട് ഒക്കെ ഉണ്ടായിരുന്ന ഈ മറൈനർ, ഇപ്പൊ പുള്ളി ഒരു ദിവസം ഒരു കല്യാണ വീട്ടിൽ, നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ മലയാളീകരിച്ച് പറയാം, ഒരു ഫംഗ്ഷൻ നിൽക്കുമ്പോ അപ്പുറത്തിരിക്കുന്ന ഒരാളെ, ഒരു ചെക്കനെ നോക്കിയിട്ട് ഇരുന്നിട്ട് കഥ പറയാൻ തുടങ്ങി. ഈ വയസ്സായ ആൾക്കാർ കഥ പറയില്ലേ, അതുപോലെ. അപ്പൊ അയാൾ പറയാണ്, ഞാൻ പണ്ടൊരു ദിവസം, പണ്ടൊരു കാലത്ത് ഞാൻ ഇങ്ങനെ കടലിൽ പോയപ്പോ ഉണ്ടായ ഒരു കഥയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ റൈം, അല്ലെങ്കിൽ ഈ ഒരു പോയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളുടെ കഥ പോയം രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ കഥയിൽ ഇയാൾ പറയുന്നതാണ്, ആ ഒരു എന്താ പറയാ, യാത്രയുടെ ഇടയിൽ ഇയാൾക്ക് ഒരു ആൽബട്രോസിനെ കൊല്ലേണ്ടി വന്നു. അതൊരു ഗുഡ് ഓമൻ ആയിട്ട് കണക്കാക്കുന്നില്ല, ബാഡ് ഓമനാ, ദുശകുനം എന്നൊക്കെ പറയില്ലേ. അപ്പോ അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരാൻ എന്താണ് ഉണ്ടായിരുന്നത്? ആ ആൽബട്രോസിനെ കൊന്നപ്പോ എന്താണ് വന്നത്? എറ്റേണൽ ഹാപ്പിനെസ് ആണോ കിട്ടിയത്? എറ്റേണൽ ഡാമിനേഷൻ ആണോ കിട്ടിയത്? എറ്റേണൽ യൂത്ത് ആണോ കിട്ടിയത്? എറ്റേണൽ വിസ്ഡം ആണോ കിട്ടിയത്? ഞാൻ അതിന്റെ ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം അറിയെങ്കിൽ എളുപ്പം അത് കിട്ടും. എന്താണ് എന്താണെന്ന് എന്തെങ്കിലും ഒരു പിടുത്തം കിട്ടുന്നുണ്ടോ? എറ്റേണൽ ഡാമിനേഷൻ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോ റൊമാൻറ്റിക്കിലെ ഏറ്റവും പ്രധാനമെന്ന് ഞാൻ വിചാരിക്കുന്ന കുറെ ചോദ്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഇനിയും ഞാൻ കൊണ്ടുവരാം. സെറ്റ് പരീക്ഷ ഇനി കുറെ ദിവസം ഉണ്ടെന്ന് അറിയാം. അപ്പൊ സെറ്റിനെ പഠിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനിയും കൊണ്ടുവരാം. നിങ്ങൾ പറഞ്ഞാൽ മതി. കേട്ടറ്റിനും കൂടി ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ചോദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടുത്തൊരു എന്താ പറയുക, ക്ലാസ്സിൽ കാണാം. ആവശ്യമുള്ള ടോപ്പിക്കുകൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം, എനിക്ക് അറിയുന്ന പോലെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം പഠനകാലം ആശംസിക്കുന്നു. വിൽ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.